നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും ബെന്യാമിൻ ആടുജീവിതം ഭാഗം 5. പിന്നെ എപ്പോഴോ അർബാബ് തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. കണ്ണു തുറന്നപ്പോൾ ചുറ്റും കണ്ണിൽ കത്തിക്കയറുന്ന ഇരുട്ട് മാത്രം. എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കണ്ണ് കാഴ്ചയിലേക്ക് തെളിഞ്ഞു വരാൻ പിന്നെയും കുറേ സമയമെടുക്കും. ഹക്കീം അപ്പോഴും യാതൊരു ബോധവുമില്ലാതെ ഉറക്കത്തിലായിരുന്നു. അർബാബ് ദേഷ്യത്തോടെ പിന്നെയും മടിയിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ഹക്കീം പിടഞ്ഞെണീറ്റു. പുറത്തേക്കിറങ്ങാൻ അർബാബ് കൈ കാണിച്ചു. ഞാൻ എൻ്റെ ബാഗ് തപ്പിപ്പിടിച്ച് എഴുന്നേറ്റപ്പോൾ ഞാനല്ല ഹക്കീമാണെന്നാണ് അർബാബ് കൈ ചൂണ്ടി. ഉറക്കപ്പിച്ചിൽ അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അർബാബ് ദേഷ്യം പിടിച്ച ഒരു കാട്ടുപൂച്ചയെ പോലെ എന്തോ ഒന്ന് മുരണ്ടു. ഞങ്ങൾ 2 പാവങ്ങളല്ലേ അർബാബ്? ഒന്നും ഏതും അറിയാത്ത 2 പേർ ഞങ്ങളോട് ഇങ്ങനെ അകാരണമായി ചൂടായാൽ എങ്ങനെ? അർബാബിന് അറിയാമോ, വല്ലാതെ വിശക്കുന്നുണ്ട്, അതിലേറെ ദാഹിക്കുന്നുമുണ്ട്. ഇങ്ങനെ പട്ടിണി കിടന്ന ഒരു ദിവസം ജീവിതത്തിൽ ഓർമ്മയില്ല. നല്ല സ്വീകരണം തന്നെ. അതിനിടയിലാണ് അങ്ങയുടെ അനാവശ്യമായ ദേഷ്യപ്പെടൽ. അല്ല, ഞങ്ങളെന്തിന് പാവം അർബാബിനെ പഴിക്കുന്നു? അയാൾക്കും കാണില്ലേ ക്ഷീണവും ദാഹവും വിശപ്പുമൊക്കെ? ഞങ്ങളെ സ്വീകരിക്കാനായി എത്ര മണിക്കൂർ മുൻപ് പുറപ്പെട്ടതായിരിക്കണം. ഞങ്ങളാണെങ്കിൽ വിമാനത്തിലാണ് യാത്ര ചെയ്തതെന്ന് വയ്ക്കാം. ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഈ അറുപഴഞ്ചൻ വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണവും വേറെ കാണും. വിമാനത്തിലും വണ്ടിയിലുമായി ഞങ്ങൾ കുറേയൊക്കെ ഉറങ്ങുകയെങ്കിലും ചെയ്തു. അർബാബോ അതുപോലുമില്ല. ഞങ്ങളെ ഒരിടത്ത് ആക്കിയിട്ട് വേണമായിരിക്കും അർബാബിന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ, ഇത്തിരി ആഹാരം കഴിക്കാൻ, ഒന്ന് നടുവ് നിവർത്താൻ. ദേഷ്യപ്പെട്ടുള്ളൂ അർബാബ്, ആവശ്യത്തിന് ദേഷ്യപ്പെട്ടോളൂ. വണ്ടി നിർത്തിയത് അറിയുക പോലും ചെയ്യാതെ ഉറങ്ങിപ്പോയത് ഞങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. ഹക്കീം ബാഗും തൂക്കി പുറത്തേക്ക് ചാടി. തികച്ചും ഒരു വെളിമ്പ്രദേശത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്കും തോന്നിയത്. കാഴ്ചവട്ടത്തെങ്ങും ഒരു കെട്ടിടമോ വൃക്ഷമോ കാണാനില്ല. അങ്ങ് ദൂരെ ഇരുണ്ട ആകാശത്തിൽ വരച്ചൊരു ഭൂപടം പോലെ ഒരു കുന്നിൻ ചെരുവോ പാറക്കെട്ടോ എന്തോ ഒന്ന് കാണാം. എൻ്റെ പടച്ചോനെ, എവിടെയാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് എന്നൊരു നിലവിളി എൻ്റെ നെഞ്ചിൽ കലങ്ങി. അർബാബ് ഇരുട്ടത്ത് ചിരപരിചിതനെ പോലെ മുന്നിൽ നടന്നു. മടിച്ചു മടിച്ച് ഹക്കീമും ബാഗും തൂക്കി അർബാബിനെ പിന്തുടർന്നു. ഷെടാ, ഞാനും ഹക്കീമും ഒരു കമ്പനിയിലേക്കല്ലേ വന്നത്? ഞങ്ങൾ ഒന്നിച്ചല്ലേ കഴിയേണ്ടതും ജോലി ചെയ്യേണ്ടതും? പിന്നെന്തിനാണ് അർബാബ് അവനെ ഈ ഇരുട്ടത്ത് ഇറക്കിയത്? എന്നെ എന്തിനാണ് ഈ വണ്ടിയിൽ തന്നെ ഇരുത്തി? ഈ രാത്രിയിൽ അവനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പടച്ചോനെ, അവൻ്റെ ഉമ്മ എന്നെ ഏൽപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. അർബാബേ, എൻ്റെ കശ്മല, നീ ആ പാവം പിടിച്ചവനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? രണ്ടും കൽപ്പിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ബാഗ് എടുത്തു. പിന്നെ അർബാബിന്റെയും ഹക്കീമിന്റെയും പിന്നാലെ ഓടിച്ചു. അർബാബ് ഒന്ന് തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ ആ രാത്രിയിലും ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മലയാളത്തിൽ എന്തൊക്കെയോ ചോദിച്ചു. ആംഗ്യം കൊണ്ടും ദേഷ്യം കൊണ്ടും അയാൾ എന്നെ വണ്ടിയിലേക്ക് തിരിച്ചോടിക്കാൻ ശ്രമിച്ചു. ഞാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ അരയിൽ നിന്ന് ബെൽറ്റ് ഊരി ആകാശത്തിൽ ഒരു ചുഴറ്റി. അതിൻ്റെ രക്തമിറ്റുന്ന ശീൽക്കാരം പേടിപ്പെടുത്തുന്നതായിരുന്നു. മടിച്ച് ഞാൻ വണ്ടിയിലേക്ക് മടങ്ങിപ്പോന്നു. ഏത് കൂരിരുട്ടിലും വെളിമ്പ്രദേശത്തിന് ഒരു വെളിച്ചമുണ്ട്. ആകാശത്തിലും ഭൂമിയുടെ അങ്ങേ കോണിലും എവിടേക്കോ തട്ടി ബാക്കിയാവുന്ന ഒരു വെളിച്ചക്കീറ്. ആ വെളിച്ചത്തിലേക്ക് കണ്ണു തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് കാഴ്ച കുറെ കൂടി ദൂരത്തിലേക്ക് കാണാമെന്നായി. കമ്പിവേലി കൊണ്ട് മറച്ച ഒരു ചുറ്റുവളപ്പിന്റെ ഇരുമ്പ് ഗേറ്റിന് മുന്നിലാണ് അർബാബ് ചെന്ന് നിന്നത്. നീളൻ കുപ്പായത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോൽ തപ്പിയെടുത്ത് താഴെ തുറന്ന് ഹക്കീമിനെ കൊണ്ട് അകത്തേക്ക് പോകുന്നത് കണ്ടു. അകത്തെ കാഴ്ചകൾ എന്തെന്നറിയാൻ എനിക്ക് അതിയായ ആകാംക്ഷ ഉണ്ടായിരുന്നെങ്കിലും അതിനു മാത്രം വെളിച്ചം ആകാശത്തിനില്ലായിരുന്നു. ആ അന്തരീക്ഷത്തിൽ എനിക്ക് ആകെ വേർതിരിച്ചറിയാവുന്നത് ഇന്നേ വരെ ഞാൻ മണത്തിട്ടില്ലാത്ത എന്തോ ഒരു മുഷട് വാടയാണ്. ഒരുപക്ഷെ അർബാബിന്റെ മണം. മരുഭൂമിയിലൂടെയാണ് ഇത്രയും നേരം വണ്ടിയോടി വന്നതെന്ന് എൻ്റെ സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കാൻ കഴിയും.
എങ്കിൽ ഇത് മരുഭൂമിയുടെ മണമാണോ? മരുഭൂമിക്ക് അങ്ങനെ ഒരു മണമുണ്ടോ? ആഴക്കടലിനൊരു മണമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത് പോലെ അന്തരീക്ഷം മുഴുവൻ ആ മണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വണ്ടി നിർത്തിയത് മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നുമുണ്ട്. ആദ്യം വണ്ടി ഉയർത്തിയ പൊടിപടലത്തിൻ്റെതാണെന്നാണ് കരുതിയത്. ഇപ്പോൾ അത് കുറെ കൂടി വ്യക്തമാണ്. അർബാബ് ഹക്കീമിനെയും കൊണ്ട് കയറിപ്പോയ കമ്പിവേലിയുടെ ഭാഗത്തു നിന്നുമാണ് അത് വരുന്നത്. എല്ലുപൊടിയുടെയും ചാണകത്തിന്റെയും മിശ്രിത ഗന്ധം. ഇനി വല്ല എല്ലുപൊടി ഫാക്ടറിയിലുമാണോ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്? എങ്കിൽ അതിൻ്റെ കെട്ടിടങ്ങൾ എവിടെ? മെഷീനുകൾ എവിടെ? എല്ലിൻ കൂനകൾ എവിടെ? അതിൻ്റെ പുകക്കുഴലുകൾ എവിടെ? ആർക്കറിയാം. അർബാബിന്റെ മടങ്ങിവരവും പ്രതീക്ഷിച്ച് ഞാൻ വണ്ടിയുടെ പുറകിൽ കാത്തിരുന്നു. എന്നെ ശരിക്കും പേടി ബാധിച്ചു കഴിഞ്ഞിരുന്നു. എന്തോ അപകടത്തിലേക്കാണ് ഞാൻ വന്നു കയറിയിരിക്കുന്നതെന്ന് ഒരു തോന്നൽ. ഹക്കീം അർബാബിന്റെ തടവറയിലായതുപോലെ അടുത്തത് എൻ്റെ ഊഴമാണ്. എന്നെ മറ്റേതെങ്കിലും തടവറയിൽ പൂട്ടാനായിരിക്കും അയാളുടെ പദ്ധതി. അതിനു മുൻപ് ഓടി രക്ഷപ്പെടുക, ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുക. പക്ഷേ എങ്ങോട്ട്? ചുറ്റോട് ചുറ്റും നീണ്ട വിശാലതയല്ലാതെ മറ്റൊന്നും ദൃശ്യമല്ല. ഓടിയാൽ വഴിയറിയാതെ ദിക്കറിയാതെ ഈ മരുഭൂമിയിൽ അലഞ്ഞ് ചാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ ദാഹവും വിശപ്പും എനിക്ക് സഹിക്കാനാവുന്നില്ല. എങ്കിൽ പിന്നെ എത്ര ദൂരം എനിക്ക് താണ്ടി മറിയാനാവും? ഓടിപ്പോകാനുള്ള അതിയായ കൊതിയോടെ, എന്നാൽ തെല്ലും ചലിക്കാതെ ഞാൻ ആ വണ്ടിയുടെ പിന്നിൽ നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അർബാബ് തനിയെ ഇറങ്ങി വന്നു. ഗേറ്റ് പുറത്തു നിന്നും പൂട്ടി. ഞാൻ വണ്ടിയുടെ പിന്നിൽ നിന്നും ചാടി ഇറങ്ങി അർബാബിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ഹക്കീം എവിടെയെന്ന് തിരക്കി. അർബാബ് മുഖം ചുളിച്ച് എന്നെ ഒന്ന് നോക്കിയ ശേഷം വണ്ടിയിലേക്ക് നടന്നു. നടത്തത്തിനിടെ അർബാബ് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. എല്ലാം അറബിയിലായിരുന്നത് കൊണ്ട് തീർച്ചയായും എനിക്കൊരു ചുക്കും മനസ്സിലായില്ല. അർബാബ് ചെന്ന് വണ്ടിയിൽ കയറി, ഞാനും ഓടിച്ചെന്ന് പിന്നിൽ കയറി. വണ്ടി കഷ്ടിച്ചൊരു കിലോമീറ്റർ സഞ്ചരിച്ചു കാണും. അവിടെ നിന്നും അർബാബ് ഇറങ്ങി, ഞാനും. അതും ഒരു വെളിപ്രദേശമായിരുന്നു. അർബാബ് നടന്ന ദിശയിലേക്ക് ബാഗും തൂക്കി ഞാനും നടന്നു. കുറച്ചകലെ മാറിയൊരു കൂടാരം എൻ്റെ കണ്ണിൽ പെട്ടു. അർബാബിന്റെ ലക്ഷ്യം അതാണെന്ന് എനിക്ക് മനസ്സിലായി. വെളിപ്രദേശത്തിന്റെ വെളിച്ചമില്ലാതെ കൂടാരത്തിലും പ്രത്യേകിച്ച് വെളിച്ചമൊന്നും കണ്ടില്ല. ഞങ്ങൾ നടന്ന് കൂടാരത്തിനടുത്തെത്തിയപ്പോൾ അതിൽ നിന്ന് മറ്റൊരു അർബാബ് അറബി വേഷത്തിൽ ഇറങ്ങി വന്നു. ശരിക്കും പുരാതന അറബി കഥയിൽ നിന്നും ഇറങ്ങി വന്നതുപോലെ ഒരു കുറുകിയ അർബാബ്. വേഷവും മണവുമൊക്കെ എൻ്റെ സ്വന്തം അർബാബിനേക്കാൾ മോശം. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ എന്നെ പുതിയ അർബാബിനെ ഏൽപ്പിച്ച ശേഷം എൻ്റെ സ്വന്തം അർബാബ് വണ്ടിയിലേക്ക് തിരിച്ചുപോയി. ഹക്കീമിനെയും ഇതുപോലെ മറ്റേതെങ്കിലും അർബാബിനെ ഏൽപ്പിച്ചിട്ടാവും സ്വന്തം അർബാബ് വന്നിരിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ അല്പം ആശ്വാസം തോന്നി. എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കനാണ്. അവനെ വല്ല എട്ടുമുറിയിലും പൂട്ടിയിട്ട് കളഞ്ഞോ എന്നായിരുന്നു എൻ്റെ പേടി. കൂടാരത്തിന് തെല്ലു ദൂരത്തായി കമ്പിവേലികളുടെ ഒരു നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ഹക്കീമിനെ കൊണ്ടിറക്കിയ കമ്പിവേലിക്കകത്തു നിന്ന പോലെ അവിടെയും ഒരു മുഷടുപാടുണ്ടായിരുന്നു. പ്രഭവ കേന്ദ്രമായിരുന്നു. പിന്നെ എന്തൊക്കെയോ തിരിച്ചറിയാനാവാത്ത നിഴലുകളുടെയും. അവിടേക്ക് കൈ ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ പുതിയ അർബാബ് സ്വന്തം കൂടാരത്തിനുള്ളിലേക്ക് കയറിപ്പോയി. 4 വശവും തുറന്ന ഒരു കൂടാരമായിരുന്നു അത്. ഒരു കട്ടിലല്ലാതെ മറ്റെന്തെങ്കിലും അതിനുള്ളിലുള്ളതായി കാണാൻ കഴിഞ്ഞില്ല. പുതിയ അർബാബ് ചെന്ന കട്ടിലിൽ കയറി കിടന്നു. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്നാലും എൻ്റെ അർബാബുമാരെ, കണ്ണിൽ ചോരയില്ലാതെ എന്നെ ഇങ്ങനെ ഇവിടെ ഈ ഇരുട്ടത്ത് കൂടാരത്തിന് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു വാക്ക് പോലും ഉരിയാടാതെ നിങ്ങളൊരു പോക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ വരുന്നത്. നിങ്ങൾക്കറിയാതിരിക്കുമോ? നീ ആഹാരം കഴിച്ചതാണോ? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടതായിരുന്നതല്ലേ? എനിക്ക് എൻ്റെ താമസ സ്ഥലം കാണിച്ചു തരികയും എന്നെ എൻ്റെ സഹപ്രവർത്തകർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടിയിരുന്നതല്ലേ? ഇതാണോ ഞാൻ പണ്ടേ കേട്ടറിഞ്ഞിട്ടുള്ള അറബികളുടെ ആതിഥ്യ മര്യാദ? എൻ്റെ അർബാബേ, നിങ്ങൾ എന്തൊരു അർബാബാണ്! ചതിക്കല്ലേ. നിങ്ങളിലാണ് എൻ്റെ ഭാവി, നിങ്ങളിലാണ് എൻ്റെ സ്വപ്നം, നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ. എത്ര നേരം ആ ഇരുട്ടത്ത് അങ്ങനെ നിന്നു എന്നെനിക്കറിയില്ല. ഇപ്പോൾ പോയ സ്വന്തം അർബാബ് ഒരുപക്ഷെ എനിക്കുള്ള ആഹാരവുമായി തിരിച്ചു വന്നേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു.
പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. പക്ഷേ അങ്ങനെ അവിടെ നിന്നിട്ടൊരു കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ട നിമിഷത്തിൽ കൂടാരത്തിനുള്ളിലെ അറബാബ് കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞാൻ നടന്നു. എൻ്റെ താമസ സ്ഥലം അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ അവിടെ ഒരു കെട്ടിടം പോയിട്ട് ഒരു കൂടാരം പോലും ഉള്ളതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളൊന്ന് ആളി. എൻ്റെ സ്വന്തം അറബാബ് കിടക്കുന്നത് മരുഭൂമിക്ക് നടുവിൽ ഇങ്ങനെ 4 വശവും തുറന്ന ഒരു കൂടാരത്തിനുള്ളിലാണെങ്കിൽ എവിടെയാവും എൻ്റെ കിടപ്പ്? കമ്പിവേലിക്കടുത്തേക്ക് വേവലാതിയോടെ ഞാൻ നടന്നു. കമ്പിവേലിക്കുള്ളിൽ ചില നിഴലുകളുടെ അനക്കങ്ങളും ചിനക്കലുകളും ചാട്ടങ്ങളും എനിക്ക് കാണാനായി. പെട്ടെന്ന് എൻ്റെ വരവ് തിരിച്ചറിഞ്ഞിട്ടെന്നോണം അകത്തു നിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഒരു നേർത്ത ചുണുങ്ങിക്കരച്ചിൽ. അതൊരു ആടിൻ്റെ കരച്ചിലായിരുന്നു. ഞാൻ കമ്പിവേലിക്കകത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആടുകൾ, 100 കണക്കിന് ആടുകൾ. കടല് പോലെ ഇളകി മറിയുന്ന ആടുകളുടെ ഒരു നീണ്ട നിര. പെട്ടെന്ന് എൻ്റെ തൊഴിലിനെ പറ്റി ഒരു ഏകദേശ ധാരണ, ഒരു ആകാശഭീതി പോലെ എൻ്റെ മനസ്സിൽ വന്ന് പതിച്ചു. ആ ഭീതിയുടെ കൊടും നിഴലിൽ ഞാൻ കമ്പിവേലിയുടെ അരികു പറ്റി പിന്നെയും മുന്നോട്ട് നടന്നു. ഒരു 3-4 ചൂട് വച്ചതേ ഉള്ളൂ. എൻ്റെ കൺമുമ്പിൽ കമ്പിവേലിയോട് ചേർന്നൊരു കട്ടിൽ. അതിലൊരു മനുഷ്യൻ